ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO, ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രക്തക്കുറവുണ്ടാകാനുള്ള കാരണങ്ങൾ, കാസസ് ഓഫ് അനീമിയ. അതിൽ ഒന്നാമത്തെ കാര്യം ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓഫ് എസെൻഷ്യൽ എലിമെൻറ്റ്സ്. ഈ എസെൻഷ്യൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡ് ഉണ്ടാകാനുള്ള എസെൻഷ്യൽ എലിമെൻറ്റ്സിന്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയൺ, B12, ഫോളിക് ആസിഡ്, വിറ്റാമിൻ C, പെരിഡോക്സിൻ. ഇതൊക്കെയാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ബ്ലഡ് ഫോർമേഷൻ. അപ്പോൾ ഇതിന് ഇൻക്രീസ്ഡ് ഡിമാൻഡ്, അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള കണ്ടീഷൻസാണ് പ്രഗ്നൻസി, ലാക്ടേഷൻ, അതുപോലെ ഒരു ഗ്രോയിങ് ചൈൽഡ്. അടുത്തത് അനീമിയ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ദീസ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഈ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഭക്ഷണത്തിൽ കുറയുക. ചിലപ്പോൾ അത് മാലബ്സോർഷൻ കൊണ്ടും വരാം. അപ്പോൾ ഈ കുട്ടി അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ മുമ്പേ പറഞ്ഞ ആ 5 എലിമെൻറ്റ്സ്, എസെൻഷ്യൽ എലിമെൻറ്റ്സ് കുറഞ്ഞു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അനീമിയ ഉണ്ടാകാം. പിന്നെ അടുത്തത് അനീമിയ ഡ്യൂ ടു ബ്ലഡ് ലോസ്. ഈ രക്തം നഷ്ടപ്പെടുന്നത് കൊണ്ട് അനീമിയ ഉണ്ടാകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ക്രോണിക് ആയിട്ട് പൈൽസ് ഉണ്ട്, അത് അദ്ദേഹം ദിവസം മലം പോകുമ്പോൾ കുറേ ബ്ലഡ് പോകുന്നുണ്ട്, അതൊരു കാരണമാകാം. പിന്നെ സാധാരണ ഒരു മാസമറ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് അതിൻ്റെ മാസമറ നിൽക്കും. അതേ സമയത്ത് അതിന് ഒരു അളവുണ്ട്, അതിൽ കൂടുതലൊന്നും സാധാരണ പോകാറില്ല. പക്ഷേ ചില സ്ത്രീകൾക്ക് ഇത് 3-4 ദിവസം കൊണ്ട് നിൽക്കത്തുമില്ല, അളവ് വളരെ കൂടുതലായിരിക്കും. മാസമറയുടെ രക്തം പോകുന്നതിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അടുത്ത ഒരു കാരണം അനീമിയക്ക് ഈ ഹുക്ക്വം ഇൻഫെസ്റ്റേഷൻ, ഇഷ്ടം പോലെ ഹുക്ക്വംസ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ വയറ്റിൽ. അപ്പോൾ അതൊന്നും ഇപ്പോഴ് അത്ര കോമൺ അല്ല. ഈ ഹുക്ക്വമൊക്കെ എല്ലാവരും ചെരുപ്പൊക്കെ ധരിക്കാറുണ്ട്, അങ്ങനെ ചെളിവെള്ളത്തിലൊന്നും അധികം ഇറങ്ങാറില്ല. ഇറങ്ങുന്നവർക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹുക്ക്വമിൻ്റെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ബ്ലഡാണ്. പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് തന്നെയാണ് അവൻ കഴിക്കുന്നത്. അപ്പോൾ അവിടെ അനീമിയ വരാൻ ഹുക്ക്വം ഇൻഫെസ്റ്റേഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ അനീമിയ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് അനീമിയ ഡ്യൂ ടു എക്സസീവ് ഹീമോലൈസിസ്. ഈ ബ്ലഡ് സെൽസ് കൂടുതൽ റപ്ചർ ആകുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് സിക്കിൾ സെൽ അനീമിയ, ഈ അരിവാൾ രോഗം എന്നൊക്കെ പറയും. പിന്നെ ചിലപ്പോൾ അതുപോലെ മലേറിയയിൽ ഈ ബ്ലഡ് സെൽസ് കൂടുതൽ റപ്ചർ ആകാനുള്ള എക്സസീവ് ഹീമോലൈസിസ് എന്ന് പറയും. അതുപോലെ വേറെ രസമുണ്ട്, താലിസീമിയ എന്ന് പറയും. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഹീമോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്താണുക്കൾ, റെഡ് സെൽസ് കൂടുതൽ റപ്ചർ ആകുന്ന കണ്ടീഷൻസാണ്. അതുപോലെ ബോൺമാരോയിൽ ഈ ബ്ലഡ് പ്രൊഡക്ഷൻ യഥാർത്ഥത്തിൽ ബോൺമാരോയിലാണ് കൂടുതൽ നടക്കുന്നത്. അങ്ങനെ ബ്ലഡ് പ്രൊഡക്ഷൻ ബോൺമാരോയിൽ ഉണ്ടാകുന്നതിനെ തടയുന്ന ചില മരുന്നുകൾ, ഉദാഹരണത്തിന് ആൻറ്റി ക്യാൻസറസ് ഡ്രഗ്സ്, ക്ലോറാംപെനിക്കോൾ എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്, ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ഇതെല്ലാം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ബോൺമാരോയിലെ ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യണതിന് തടയാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ അനീമിയ ഡ്യൂ ടു ലാക്ക് ഓഫ് എർത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഈ അനീമിയ ഉണ്ടാകാം. അപ്പോൾ അത് സാധാരണ വരുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ്, CKD,
പിന്നെ അനീമിയ ഡ്യൂ ടു അൺസർട്ടൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്രോണിക് ഇൻഫെക്ഷൻസ്, പിന്നെ ലിവർ ഡിസീസുകൾ, അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇവിടെയൊക്കെ അനീമിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അനീമിയ, രക്തക്കുറവ് വരാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുകയായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.